പാലക്കാട് നൂറണിയിലെ കൺസ്യൂമർ ഫെഡ് ഗോഡൌൺ നിർത്തലാക്കുന്നതിനെതിരെ വ്യാപക പ്രതിഷേധം. ലക്ഷങ്ങൾ വാടക കൊടുത്താണ് ഗോഡൌൺ കഞ്ചിക്കോട്ടയ്ക്ക് മാറ്റി സ്ഥാപിക്കുന്നത്. ഇതിന് പിന്നിൽ വലിയ അഴിമതിയാണെന്ന് സംയുക്ത സമരസമിതി വ്യക്തമാക്കി. നിരവധി തൊഴിലാളികളും ഗോഡൌൺ മാറ്റിയാൽ പ്രതിസന്ധിയിലാകും. പാലക്കാട് നൂറണിയിൽ 25 വർഷമായി പ്രവർത്തിക്കുന്ന കൺസ്യൂമർ ഫെഡ് മാറ്റി സ്ഥാപിക്കാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. കൺസ്യൂമർ ഫെഡിന് സ്വന്തമായി 70 സെന്റ് സ്ഥലമുള്ളപ്പോഴാണ് ഭീമമായ വാടക നൽകി ഗോഡൌൺ മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതെന്ന് സംയുക്ത സമരസമിതി ആരോപിച്ചു. ഇതിന് പിന്നിൽ വലിയ അഴിമതിയാണെന്നും വിഷയം അന്വേഷിക്കണമെന്നും നഗരസഭാ കൌൺസിലർ ഉൾപ്പെടെ ആവശ്യപ്പെട്ടു. 10ഓളം വരുന്ന ത്രിവേണി ഈ മൊബൈൽ വാഹനങ്ങൾ ഇപ്പോൾ നിർത്തലാക്കിയിരിക്കുന്നു. അത് ലാഭകരമായി നടന്നിരുന്ന ഒരു സംവിധാനമാണ്. 10 ലക്ഷം രൂപ അഡ്വാൻസും 1 ലക്ഷം രൂപ വാടകയുമായി വാടക കെട്ടിടത്തിലേക്ക് മാറാനുള്ള തീരുമാനമാണ്. സ്വന്തമായി 70 സെന്റ് സ്ഥലത്തിൽ പ്രവർത്തിക്കുന്ന ഇവിടെ തന്നെ ഗോഡൌൺ വിപുലീകരിക്കുന്നതിന് പകരം വാടക കെട്ടിടത്തിൽ ഭീമമായ സംഖ്യയ്ക്ക് വാടകയ്ക്ക് പോകാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് കടുത്ത ജനദ്രോഹമാണ്. നൂറണിയിലെ കൺസ്യൂമർ ഫെഡിലെ സീനിയർ മാനേജറുടെയും മറ്റ് ജീവനക്കാരുടെയും നിയമനം ഉൾപ്പെടെ ചട്ടങ്ങൾ ലംഘിച്ചാണെന്നും ഗുണനിലവാരമില്ലാത്ത സാധനങ്ങൾ വാങ്ങി അവ വിറ്റുപോകാതാകുമ്പോൾ കെട്ടിടത്തിന് ചുറ്റുവട്ടത്തു തന്നെ കുഴിവെട്ടി മൂടുകയാണെന്നും സംയുക്ത സമരസമിതി പറയുന്നു. 2019 നല്ല വർക്കുണ്ടായിരുന്നു ഇവിടെ, സബ്സിഡി പണി. അപ്പോൾ 4 കണ്ടെയ്നർ അരി വന്നു ഇവിടെ. അതിൽ 1 ലോഡ് കണ്ടെയ്നർ അരി പുറത്തു പോയി, ഏത് സ്ഥാപനത്തിക്കുമല്ല. അത് ചോദ്യം ചെയ്തപ്പോൾ അന്നോട്ട് ഞങ്ങളെ ഇവർക്ക് പറ്റാണ്ടായി. നമുക്ക് പണി തരില്ല. ഓരോ വർഷവും ഓണത്തിന് സബ്സിഡി ഉണ്ട് 1 മാസം. അത് ഞങ്ങൾക്ക് തരാണ്ട് കഞ്ചിക്കൂര് കൊണ്ട് ഇറക്കണം. ഞങ്ങൾക്ക് പണിയേ തരില്ല പറയാം. സ്ഥാപനം ഇവിടെ നിന്നും മാറ്റാൻ നഷ്ടത്തിലാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായും പരാതിയുണ്ട്. നേരത്തെയും കൺസ്യൂമർ ഫെഡിന് നേരെ നിരവധി പരാതികൾ ബന്ധപ്പെട്ട അധികൃതർക്ക് ലഭിച്ചിട്ടുണ്ട്. മീഡിയ 1 പാലക്കാട്.